കാസർഗോഡ് തൃക്കരിപ്പൂരിൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ടൗണിൽ ആയിരങ്ങൾ അണിനിരന്ന് മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. വെള്ളാപ്പ് റെയിൽവേ ഗേറ്റ് മുതൽ ബീരിച്ചേരി ഗേറ്റ് വരെ മനുഷ്യച്ചങ്ങല നീണ്ടു. അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരുപക്ഷെ റെയിൽവേ മേൽപ്പാലം ആവശ്യപ്പെട്ട് കേരളത്തിൽ ഇത്തരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടുള്ള ഒരു സമരം ഇതാദ്യമായിട്ടായിരിക്കും നടക്കുന്നത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ബീരിച്ചേരി റെയിൽവേ ഗേറ്റ്, അതുപോലെ തന്നെ വെള്ളാപ്പ് റെയിൽവേ ഗേറ്റ്, ഈ ഗേറ്റുകൾ കാലങ്ങളായി വലിയ യാത്രാ ദുരിതമാണ് ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വ്യാപാരത്തെയും സാരമായി ബാധിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യച്ചങ്ങലയാണ് കാണുന്നത്. തൃക്കരിപ്പൂർ ടൗണിൽ ആയിരക്കണക്കിന് ആളുകൾ വെള്ളാപ്പ് മുതൽ ബീരിച്ചേരി വരെയുള്ള 2 റെയിൽവേ ഗേറ്റുകൾക്കിടയിലായി റോഡരികിൽ തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് നിന്ന് പ്രതിഷേധം അറിയിക്കുകയാണ്. മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് കെ രാജേന്ദ്രൻ. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. എന്താണ് ഈ ഗേറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നം? തൃക്കരിപ്പൂരിലെ വെള്ളാപ്പ് അതുപോലെ തന്നെ ബീരിച്ചേരി ഗേറ്റുകൾ പ്രഖ്യാപിച്ചും കൊണ്ട് പതിറ്റാണ്ടുകളായി. പക്ഷേ തികച്ചും സാങ്കേതികത്വത്തിന്റെ പേരിൽ അധികാരി വർഗങ്ങളുടെ അവരുടെ തെറ്റായ ഒരു നടപടികളുടെ ഭാഗമായി മാത്രമാണ് ഈ ഗേറ്റുകൾ ഇനിയും ഇവിടെ യാഥാർത്ഥ്യമാകാത്തത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുണ്ടായി. ഇവിടെ തൃക്കരിപ്പൂർ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ മനുഷ്യച്ചങ്ങല എന്ന പേരിൽ ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത്. ഈ മനുഷ്യച്ചങ്ങല ഒരു സംശയവുമില്ല അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഈ മനുഷ്യച്ചങ്ങല ഇവിടെ തീർത്തിരിക്കുന്നത്. ഈ മനുഷ്യച്ചങ്ങല കണ്ടും അധികാരി വർഗങ്ങൾ അനുകൂലമായ തീരുമാനമെടുത്ത് ഈ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ ഒരു സംശയവുമില്ല തൃക്കരിപ്പൂരിലെ ജനത, തൃക്കരിപ്പൂരിലെ കൂട്ടായ്മ ശക്തമായി തന്നെ ഇനിയും മുന്നോട്ടുണ്ടാകും എന്ന് മാത്രം ഇതറിയിക്കുകയാണ്. തൃക്കരിപ്പൂരിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം നമുക്ക് ഇവിടെ തടിച്ചുകൂടിയ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. ഇവിടുത്തെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ ഇവിടെ പ്രതിഷേധവുമായി മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്ന് കഴിഞ്ഞു. ഇവിടെ ടൗണിലെത്തുന്ന വ്യാപാരികൾ, തൊഴിലാളികൾ എല്ലാവരും തന്നെ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇവിടെ തൃക്കരിപ്പൂരിൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനം അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് എന്നാൽ യാതൊരു നടപടികളും ഇതുവരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു മനുഷ്യച്ചങ്ങല തീർത്തത്. ഇത് സമരത്തിന്റെ 2ാം ഘട്ടമായി നടത്തിയതാണ്. ഇനിയും തുടർച്ചയായ സമരങ്ങൾ ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും തന്നെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ബീരിച്ചേരിയിലും വെള്ളാപ്പിലും, അതായത് ഏകദേശം 250 മീറ്റർ വ്യത്യാസത്തിലാണ് തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് 2 റെയിൽവേ ഗേറ്റുകളുള്ളത്. നിരന്തരം ഗേറ്റ് അടക്കുന്നത് വ്യാപാരത്തെയും അതുപോലെ തന്നെ ടൗണിലെത്തുന്നവരെയും പിന്നോട്ടടുപ്പിക്കുന്ന സമീപനത്തിനെതിരെയുള്ള ഒരു താക്കീതായി മാറിയിരിക്കുകയാണ് ഈ മനുഷ്യച്ചങ്ങല. ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.